ഹായ് മക്കളെ, സോൾവ് ദി ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡ് ഒക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഇപ്പൊ ഈ ഒരു പ്രോബ്ലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റാതെ സംതിങ് ഈക്വൽ ടു സംതിങ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരാം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഇതിന് ആക്ച്വലി ആൻസർ കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റിയതാണോ എന്ന്. പേടിക്കണ്ട, നമുക്കിപ്പോ സംതിങ് ഈക്വൽ ടു സംതിങ്, RHS ഈക്വൽ ടു LHS എന്നുള്ള രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ആൻസർ കറക്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഇക്വേഷൻസ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് അല്ലാത്തത് കൊണ്ട് നമുക്കൊരു യൂണിക് സൊല്യൂഷൻ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ RHS ഈക്വൽ ടു LHS എന്ന രീതിയിലാണ് നമുക്ക് ആൻസറിലേക്ക് എത്തുന്നതെങ്കിൽ അത് കോയിൻസിഡന്റ് ലൈൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ മറ്റൊരു സിറ്റുവേഷൻ കൂടി വരാം, RHS നോട്ട് ഈക്വൽ ടു LHS എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻസിന്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും, അതിന്റെ സൊല്യൂഷൻ ഉണ്ടാകുമോ എന്തായിരിക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.